പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിപ്പോൾ IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 2-ൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിഷിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് വരിക. അതിൽ ചോയ്സ് 1ഉം ചോയ്സ് 2ഉം അതേ അധ്യായം തന്നെ ആയതുകൊണ്ട് ആദ്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ നോക്കിയ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റൈലിലെ 3 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് എങ്ങനെയാണെന്ന്, ടേബിൾ ഓഫ് കണ്ടൻസ്, ഉള്ളടക്ക പട്ടിക എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉള്ളടക്ക പട്ടികയിലേക്ക് വരേണ്ട ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകൾ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് വേണം നമ്മൾ ഉള്ളടക്ക പട്ടികയിൽ ചേർക്കേണ്ടതെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽപ്പെട്ട ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻഡെക്സ് ആൻഡ് ടേബിൾ ഗ്രൂപ്പ് 2-ൽ വരുന്നതാണ്. ഓക്കെ. An article on inert gases is given in exam documents folder with the file noble gases OTT. എല്ലാ ചോദ്യത്തിലും പറയുന്ന പോലെ തന്നെ. Open this file in LibreOffice Writer and create a table of contents for the article using table of contents and index technique എന്നാണ് പറയുന്നത്. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്നത് അതിന് ഹിൻഡ് തന്നിട്ടുണ്ട്, അത് വലിയൊരു കാര്യമാണ്. ഈ ഹിൻഡ് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 1 ഫോർ ദ മെയിൻ ഹെഡിങ് ദ നോബിൾ ഗ്യാസസ്. അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 2 ഫോർ സബ് ഹെഡിങ്സ്. സബ് ഹെഡിങ്സ് ആർ റെഡ് ഇൻ കളർ. അപ്പോൾ 2 സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എക്സാം ഡോക്യുമെൻറ്റ്സിലെ നോബിൾ ഗ്യാസസ് OTT, അപ്പോൾ നമ്മൾ പ്ലേസസിൽ ഹോം എടുത്തിട്ടോ ഹോം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടോ എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. അതിൽ നോബിൾ ഗ്യാസസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അപ്പോൾ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് ഫോർ ദ മെയിൻ ഹെഡിങ് ഉണ്ട്. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് ഹെഡിങ് 1 അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോബിൾ ഗ്യാസസിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെറിയ സ്റ്റൈൽ ബോക്സ് എടുത്താൽ മതി. ഹെഡിങ് 1-നൊക്കെ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നോബിൾ ഗ്യാസസ് എന്ത് ചെയ്തു, ഹെഡിങ് 1-ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തത് അപ്ലൈ ദ സ്റ്റൈൽ ഹെഡിങ് 2 ഫോർ സബ് ഹെഡിങ്സ് ആർ റെഡ് ഇൻ കളർ. റെഡ് കളറിലുള്ള എല്ലാ സബ് ഹെഡിങ്സിനും നമ്മൾ ഹെഡിങ് 2 കൊടുക്കണം. അപ്പോൾ റെഡ് കളറിലുള്ള ആ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹെഡിങ് 2 കൊടുക്കുക. അടുത്തത് നമ്മൾ അടുത്ത ഹെഡിങ്ങും കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൺട്രോൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യുക. അത് പ്രയാസമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഓരോന്നും ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് 2-ലേക്ക് ഹെഡിങ് 2 ക്ലിക്ക് ചെയ്യുക. ഓരോന്നും ക്ലിക്ക് ചെയ്യുക. ഈ ചെറിയ സ്റ്റൈൽ ബോക്സിൽ പോയിട്ട് ഹെഡിങ് 2 ക്ലിക്ക് ചെയ്യുക. ഹെഡിങ് 2 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സബ് ഹെഡിങ്സിനും നമ്മൾ പിന്നെ ഹെഡിങ് 2 കൊടുത്തു. മെയിൻ ഹെഡിങ്ങിന് ഹെഡിങ് 1 കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹിൻഡ് എന്താ പറയുന്നത്, ഇൻക്ലൂഡ് ദ ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻ ഫസ്റ്റ് പേജ് ഇറ്റ്സെൽഫ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസിൻ്റെ ഫസ്റ്റ് പേജ് ഇതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് പേജിൽ നമുക്ക് വേണം. ഈ ഫസ്റ്റ് പേജ് ഇതിന് ആകെ ഒരു പേജേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പേജ്, ഇതിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു പേജ് വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ക്ലിക്ക് ചെയ്യുക. തുടക്കം എന്ന് പറഞ്ഞാൽ T ആണല്ലോ ഫസ്റ്റ് ലെറ്റർ. ഡിയുടെ ഇടത് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കർസർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു പേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ടിൽ പോയിട്ട് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മതി. ഓർമ്മിക്കുക, പുതിയൊരു പേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കർസർ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് പോയിട്ട് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമുക്കിവിടെ ഒരു പേജ് നമുക്കിവിടെ ക്രിയേറ്റ് ആവും. ആ പേജ് ക്ലിക്ക് ചെയ്തിട്ട് കർസർ അവിടെ നിർത്തിയിട്ട് വേണം നമ്മൾ ഇൻസേർട്ട് പോയിട്ട്, നമുക്കറിയാം എന്താണ് ടേബിൾ ഓഫ് കണ്ടൻസ് എവിടെയുള്ളത് നമുക്ക് മെനു അറിയാം. ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സിൽ ലാസ്റ്റത്തെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഓർമ്മിക്കുക. ടേബിൾ ഓഫ് കണ്ടൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ടേബിൾ ഓഫ് കണ്ടൻറ്റ്. ആദ്യത്തെ ഒന്നും എടുക്കരുത്, ഇൻഡെക്സ് എൻട്രിയും ബിബ്ലിയോഗ്രഫിയും ഒന്നും എടുക്കരുത്, ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇത് തന്നെ എടുക്കുക. ഓർമ്മിക്കുക, ടേബിൾ ഓഫ് കണ്ടൻറ്റ് തന്നെയാണ് രണ്ട് മെനുവിലും എടുക്കേണ്ടത്. ഓക്കെ, എടുത്ത് അപ്പോൾ ഇതേപോലെ വരും. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങളൊന്ന് ഇതിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അത് പിന്നീട് നമുക്ക് ആവില്ല. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, സ്റ്റൈൽ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇത് ഈ വിൻഡോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ഓക്കെ. അപ്പോൾ നമ്മുടെ ആ പേജിലേക്ക് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞു. അത് കണ്ടില്ലേ, നോബിൾ ഗ്യാസ്
ഏറ്റവും ഇവിടെയുണ്ട്. അത് മെയിൻ ഹെഡിങ് ആയതുകൊണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഇതിങ്ങനെ വന്നതിൻ്റെ ഈ അലൈൻമെൻറ്റ് വന്നതിൻ്റെ ഉദ്ദേശം ഇത് നമ്മൾ നോബൽ ഓഫ് ഗ്യാസ് H1 ഹെഡിങ് 1 കൊടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം ഹെഡിങ് 2. അതുകൊണ്ടാണ് ഇതിൻ്റെ ലെവൽ അല്പം വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫയലിൽ പോയിട്ട് ലാസ്റ്റ് സേവ് ദ മോഡിഫൈഡ് ആക്കിൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫയലിൽ പോയിട്ട് ഫയൽ സേവിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് ഹോമിലെ exam 10 സേവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.